രണ്ടുമൂന്ന് ഒന്നൊരു കണിയാണ് സർപ്പരാജി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അവള് 10-50 വയസ്സായപ്പോൾ കൊണ്ടുവന്നൊരു കണിയാനാ. ലോകം അവളെ ആദ്യം ഒന്ന് കെട്ടിയതായിരുന്നു. അപ്പോഴേ ആളുകൾ ഒരാഴ്ച പോലും കഴിക്കുന്നതിന് മുമ്പ് അയാളൊന്ന് പോയി. എന്നിട്ടാ പിന്നെ കുറെ നാട് നോക്കിയിരുന്നിട്ട് കിട്ടിയത് ഈ പന്നക്കണിയാനെ. അവൾ കെട്ടിയെടുത്തോണ്ട് വന്ന ഒരു ചീത്ത വയ്ക്കുന്ന ഒരു കണിയാനെ. അത് നമ്മളെ വളച്ചേട്ടം കണ്ട് കിടക്ക എങ്ങാണ്ട് ചെന്തി എനിക്ക് കയറി വന്നോളൂ ഭരിക്കാൻ. ഈ തുറന്ന തേർഡായിട്ട് വർത്താനേ പറയത്തുള്ളൂ. എങ്ങാണ്ടൊന്നും വന്നൊരു കേട്ട കണിയാൻ. ഒരു കണിയാനെ കാണാൻ കിട്ടത്തില്ല എങ്ങാണ്ട് കേട്ടാൻ കെടുന്നത്. അങ്ങനെയൊക്കെ എടുത്ത് കിട്ടിയതാണ് എങ്ങാണ്ട് കേട്ടാൻ കെടുത്തില്. സർപ്പരാജിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. അല്ലാതെ ഇവിടെ ആരൊന്നും അല്ല. കണിയാൻ എങ്ങനെയാ ഞങ്ങളുടെ ബന്ധുവാതെ കണിയാൻ എങ്ങാണ്ടൂന്ന് പറഞ്ഞ ചെറിയൊരു കണിയാന്. ജാതി പോലും ഒന്നല്ല എങ്ങാണ്ടൂന്ന് കയറി വന്നൊരു പറഞ്ഞ കണിയാന്. നല്ലതാണ് വേണ്ടിയില്ല എങ്ങാണ്ട് പറഞ്ഞൊരു കണിയാൻ. അന്ന് കയറിയിരിക്കുക എങ്ങാണ്ടൂന്ന് വന്ന ഒരു പറഞ്ഞ കണിയാൻ. മെഡിക്കൽ മാഫിയ അതിന്റെ മാഫിയയും കൊണ്ട് നടക്കുക. മാഫിയ അതിനൊരു ഒരു ചെറുകിടത്തരം ശക്തി ചുറ്റിക ഒരുപാടുമായിട്ട് നടക്കുക. ആളുകളെ തലപോകാനും പിടിച്ചുകൊണ്ട് പോകാനും ഉണ്ടായിട്ടോട്ട് നടക്കുക. രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണത്തിന് അതായത് പണി. ഇങ്ങനെ നടക്കുക ഒരു പല്ലക്കണിയാണ്. ഇതിനാ പണിയൊന്നും ഇല്ല. ഒരു നടക്കാണ് നാളെ കണ്ടില്ലേ മാസ്ക് ഒക്കെ വെച്ച് നീപ്പായി. മാസ്ക് ഒക്കെ വെച്ച് എന്തോ ഇതിന്റെ ജോലിയൊന്നും കഴിച്ചില്ല. മാസ്ക് ഒക്കെ വെച്ച് ഇരിപ്പായി. മാസ്ക് ഒക്കെ വെച്ച് അവർക്ക് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഞാനിവിടെ ഇവിടെ അയക്കുന്നത് ഇതെന്റെ വീടാണ്. സമയമന്ദിരം അതൊക്കെ കണ്ടതൊന്നുമല്ല. ഇവർ അവന്റെ വീട്ടിൽ ഇരുന്ന് അഭിനയിക്കുക. അവന് മറ്റേ പെൺപിള്ളേർ കൂടെ മാസ്ക് ഒക്കെ വെച്ച് ആരാണ്ട് കയറി ഇരിക്കുന്നത് എന്റെ കൂടെ ഏതാ കഴിയില്ല. ഇവിടെ അവരിരിക്കുന്ന ഇങ്ങനെ അതിന്റെ ഒരു ഫ്രണ്ടോടുണ്ട്. അവരിങ്ങനെ പുറമേറ്റേക്ക് അവരിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കാൻ പോയി. ഇവിടെ വല്ലവരും ഇരിക്കുന്നു. അങ്ങനെ ഇവിടെ അങ്ങനെ ആരും ഇരിക്കുന്നില്ല. ഫ്രണ്ടോറിന്റെ മുന്നിലോട്ട് കട്ടയിലേക്കൊന്നും ഇരിക്കുന്നില്ല. ഇവിടെ ഏതാണെന്ന് അറിയത്തില്ല. എന്തോ ഒന്ന് വേറൊരു വന്നക്കളിയാണ്. എവിടുന്നോ കൊണ്ടുവന്ന് വെച്ച് ചെരുപ്പൂട്ടിയെ എവിടുന്നാണ് കൊണ്ടുവന്നേ പറഞ്ഞില്ല. എങ്ങാണ്ടൊരു കെട്ട കണിയാൻ ചെരുപ്പൂട്ടിയെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കും. അതിനെ കൊണ്ടൊരു ചെരുപ്പൂട്ടി വേണ്ട. വീട്ടുകാർക്ക് വഴി പെരയൊന്നും ഇല്ലാത്തതാ. ഇങ്ങനെ അതായത് ഈ യോഗ ഇല്ലാത്തവന്മാരെ ഇങ്ങനെ വഴി പെരയൊന്നും ഇല്ല. എവിടെ പോയാലും അവർക്ക് വഴി കാണത്തില്ല. അതായത് കെട്ട കെടുമ്പുകളുണ്ട്. എവിടെ പോയാലും വഴിയും പെരയൊന്നും ഇല്ലാത്ത പോലെ കെട്ട കെടുമ്പുകൾ ദൈവം പറപ്പിക്കുന്നത്. ഇവരുടെ മോളെ കൊണ്ടുപോയതും വഴിയും പെരയൊന്നും ഇല്ല. അപ്പൊ എനിക്ക് വിറ്റേക്ക് പോയടത്തും നല്ല വഴിയൊന്നുമല്ല അവിടെ പോയതും. അതുകൊണ്ടാ ഇങ്ങനെ കെട്ട കെടുമ്പുകൾ ജനിക്കുന്ന നേരം അതാ. വഴി പോലും കിട്ടത്തില്ല. ഇതുവരെയോ എങ്ങാണ്ടൊന്ന് നേരെ തന്ന വഴി ചെരുപ്പൂട്ടി ചെരുപ്പും കടയിലോട്ട് നടക്കായിരുന്നു എന്റെ ജോലി. ഇതിനോട്ട് 1000 കേസുണ്ടായിരുന്നു ഇവിടെ. 93 മുതൽ കേസ്. ഇവർ ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. ഇവന്റെ കേസ്
93 മുതൽ ഞങ്ങളോട് കേസാ. 10 സെന്റ് വസ്തുവില്ല ആദ്യം വാങ്ങിച്ചപ്പോ അന്ന് മുതൽ കേസാ. ഇതിനെ ഞാൻ വഴിച്ച പഴിയാക്കത്തില്ലേ ഈ കണിയാനെ എങ്ങനെ കെട്ട കണിയാനെ ഞാൻ വഴിച്ച പഴിയാക്കത്തില്ലേ. 93 മുതൽ ഇവര് കേസായത്. ഇവര് വസ്തു വിളിച്ചു വരയ്ക്കാൻ നടത്തുക, വസ്തു വിളിച്ചു വരയ്ക്കാൻ ഇങ്ങനെ നടത്തുക, വസ്തു വിളിച്ചു വരയ്ക്കാൻ കുറെ നടത്തുക. കേസ് പറഞ്ഞ് 10 കേസ് പറഞ്ഞ് അവസാനം ഇങ്ങനെ 7 കൂടെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ 17 സെന്റ് ഞങ്ങളെ പുറകിൽ 10 സെന്റ് പിടിച്ച് പിന്നെ 7 സെന്റ് കൂടെ തന്നു. ഇപ്പൊ പിന്നെ സർക്കാർ വന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വേണ്ടത്തി എത്തി. അവിടുമായിട്ടാണ് കേസ് മുഴുവൻ. അപ്പൊ അവിടുമായിട്ടാണ് കേസ്. അവിടെ മരത്തേക്ക് ഇരിക്കുക, വളരെ വേണ്ടതാ. ഈ 550 കേസുണ്ട് ഇതിന്. 550 കേസായിരുന്നു ഇവിടെ മാർക്കും. ഞങ്ങളെ ഉപദേശിക്കായിരുന്നു പണി. ഇപ്പോൾ BJP കുറെ ക്രിമിനലുകളുമായിട്ട് ഇപ്പം സമാധാന മന്ത്രിക്കാർ ഇവരുമായിട്ട് വലിയ കളിയാണ്. BJP കയറി ഇങ്ങനെ കൈകോർത്ത് വെച്ചിരിക്കുകയാണ് സമാധാന മന്ത്രിക്കാരും ഇവരും ഈ കാര്യം കണിയാനും ഒക്കെ ആയിട്ട്. എല്ലാം വളരെക്കാരും നടക്കുക BJP എന്ന് പറയാം. അവന്റെ വീട്ടിൽ കുറെ വട്ടുകളുണ്ട്. ഇതുപോലെ അവന്റെ വീട്ടിൽ കുറെ വട്ടുകളുണ്ട്. വട്ടാന്ന് പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങിക്കുന്നത് ഒരിക്കൽ മാഫിയ. BJPയുടെ കുറെ വീട്ടിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. കണ്ടല്ലൂർ സൗത്ത് പിയോ അവിടുത്തെ അന്വേഷിച്ചാൽ എന്റെ വീട്ടിലുള്ള എല്ലാം വട്ട. അതുകൊണ്ട് നമ്മളെ അതുപോലെ വട്ടാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിട്ടേക്ക് നമുക്ക് കാശ് വാങ്ങിയാലോ. ഇവന്റെ വീട്ടിലുള്ള BJP എന്ന് പറയുന്നവരുടെ വീട്ടിലുള്ളവരുടെ എല്ലാം വ്യക്ത വട്ട. അങ്ങനെ വട്ടാന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കുക. എല്ലാവരും പറഞ്ഞ ചുമ്മാ വട്ടൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ കാശ് വാങ്ങിച്ച് തിന്നുവാണ്. ഇങ്ങനെ വട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാശ് വാങ്ങിയില്ല ജോലിയെന്ന്. അതിന് നടക്കും. അങ്ങനെ കാശ് വാങ്ങിക്കാനായിട്ട് ഇതുപോലെ ഒരു പ്രസാദം എന്ന് പറയുന്ന ഒരുത്തരുണ്ടായിരുന്നു. അയാളെ ഇതുപോലെ തിരിച്ചുകൊണ്ട് പോയി ഒക്കെ ഇതുവായിരുന്നു. ഇതുപോലെ BJP എന്ന് പറയുന്നവൻ. അവന്റെ വീട്ടിലെ പിന്നെ ജ്യോതി എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. അവൻ കട്ടുമുടിക്കാൻ നടക്കായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. അവൻ കട്ടുമുടിച്ച കടകളൊക്കെ ഉണ്ട്. ഒത്തിരി കട്ടുമുടിച്ച വാർത്തയിലെ കാട്ടില്ല കട്ടുമുടിച്ച കട ഒത്തിരി ഉണ്ട്. കടകളുണ്ട് വീട്ടില്. BJPയുടെ ഗൂണ്ടായിസ കടകൾ ഒത്തിരി ഉണ്ട് അവന്റെ വീട്ടിൽ. കുറെ ഇങ്ങനെ നടക്കുക ഗൂണ്ടായിസം. ഇങ്ങനെ മെഡിക്കൽ മാഫിയ. അവർ ജ്യോതി എന്ന് പറയുന്നവന് എന്തുവാ പാർട്ടിയുടെ എല്ലാം കട്ടുമുടിച്ച് പിന്നെ കട്ടുമുടിച്ച് വീടുണ്ടാക്കി. അത് കഴിഞ്ഞ പത്രത്തിലൊക്കെ വന്നാൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഇത്. അത് കഴിഞ്ഞ് പിന്നെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് മുന്നേ ഇവന് എന്തുവാ ചെടി കാണുന്നില്ലെന്നോ ചെടി കേൾക്കുന്നില്ലെന്നോ കണ്ണ് കാണുന്നില്ലെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടാളത്തിലെ ജോലിയെല്ലാം കളഞ്ഞേക്ക് പോകുന്നു. എന്തിനാന്ന് വെച്ചാൽ ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇവന്റെ BJP എന്ന് പറയുന്നവന്റെ വേറൊരു അച്ഛൻ്റെ അനിയന്റെ മോനുണ്ട്. ഒരു വാവപ്പെട്ട് എന്ന് പറയുന്നത് ആനന്ദരാജ്. അവന്റെ മോനൊരു അഖിൽ രാജ് എന്ന് പറഞ്ഞ പേര്. അവനും ഇതുപോലെ എന്തുവാ പട്ടാളത്തിൽ ചേർന്നേച്ച് 5-6 മാസം കൊണ്ട് നരൂന് വരെയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ അത് ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങിക്കുക. പലതും ഇങ്ങനെ നടക്കുക. പിന്നെ എന്തോ കെട്ടിയ കഥകള് പിന്നെ അങ്ങനെ പല കഥകളാ. പിന്നെ 10 പഠിക്കുമ്പം ഒരു പെണ്ണിന്റെ ഇതിന്റെ ഫോട്ടോ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ കഥകൾ. അങ്ങനെ പല കഥകളുണ്ട് ഇവന്റെ വീട്ടിൽ. നല്ല കഥകളാ. പട്ടിയെ കാണാൻ പോയ കഥ. അങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നു നടക്കുകയായിരുന്നു ഇവന്റെ പണി. അതാ BJPയുടെ. ഇപ്പൊ ഇങ്ങനെ വസ്തുവെല്ലാം ഉള്ളതെല്ലാം വിറ്റേച്ച് ബാങ്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് ഒക്കെ അയച്ച് നടക്കുക. അത് നമ്മളേക്കും ആരുമല്ല. നമ്മുടെ പേര് ബന്ധം ഒഴിഞ്ഞത് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ ഇവന് സാധാരണ മന്ത്രിക്കാർ ഇവരുമായിട്ടാ കണക്ഷൻ. വലിയ കണക്ഷൻ. നമ്മളെ ഉപദ്രവിക്കാൻ വലിയ ഇതാ. ഒരു ചെറുപ്പക്കാരൻ കക്ഷിയായിരുന്നു കൂട്ട്. അയാള് പൊടിയാതിരിക്കേണ്ട കത്രിക എന്തുവാ ചുറ്റിക അരിവാടുമായിരിക്കും വന്നയാൾ. അയാൾ ഇവരും കൂടി ഈ തൽപ്പരവലിയുടെ കർത്താവെന്ന് പറഞ്ഞ് ഈ കണിയാനാണ് നമ്മളെയും പോലും. ഈ കണിയാനെ കൊണ്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഞാൻ എന്നും ഇടുന്നുണ്ട് ഇവൻ. ഞങ്ങൾ പറഞ്ഞേ ഞാൻ പൊന്നുങ്ങളെ കൊണ്ട് വാങ്ങിച്ച എന്റെ സ്ഥലത്തോട്ടിറങ്ങുന്ന അവന് ചൊറിച്ചില്ല. അവനെ ചൊറിയും. അവനെന്തോ കൃമികടി. അവനെ ചീത്ത വിളിക്കുക. അന്നേരം ഇറങ്ങി മറ്റേത് നമ്മളിങ്ങനെ തെക്കോട്ട് നോക്കി ഇരിക്കുക. തെക്കോട്ട് നോക്കി ഇരുന്നാൽ ഞാൻ ചീത്ത വിളിക്കുക. അവന്റെ ജോലി ഞങ്ങളുടെ വീട് തെക്കാ. അവനെ ചീത്ത വിളിക്കുക. ഞങ്ങളെ തെക്കോട്ട് നോക്കി ഞങ്ങൾ എന്നെ ചീത്ത വിളിക്കുക. അവന്റെ ജോലി നമ്മളെന്ന് റോഡിലോട്ട് ഇറങ്ങിയിരിക്കുക. എനിക്ക് റോഡിലോട്ട് ഇറങ്ങാനും വളർച്ചയുടെ വസ്തുവിനകത്ത് ഇറങ്ങാനും ഒക്കെ ഉള്ള അറിയാനുണ്ട്. ഇവനങ്ങ് രോഗമാണ്. ആണുങ്ങളെ പിടിക്കും. എന്തൊക്കെയോ പറയുന്നത്. വന്നതോ